താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡയറക്ടർ പ്രിയദർശനാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത്. ചേട്ടാ, ഒപ്പം ഞാനിന്ന് കൊച്ചിയിൽ കണ്ടു. വർഷങ്ങളോളം ഒപ്പം. ശരിക്കും മലയാളികൾക്കും അങ്ങനെയാണ്. കാര്യം വർഷങ്ങളോളം ഒപ്പമുള്ളൊരു ഫീലാണ്. എന്താണ് ഒപ്പത്തിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്? ഒപ്പം എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഈ സിനിമ നമ്മൾ എല്ലാ സംവിധായകർക്കും ഉണ്ടാകുന്നൊരു ചില പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അതായത് നമ്മൾ സക്സസ്ഫുള്ളായ സിനിമകൾ ആവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സക്സസ്ഫുള്ളായ സീനുകൾ വീണ്ടും വേറൊരു രീതിയിൽ എടുക്കാനുള്ള ടെൻഡൻസി ഇതൊക്കെ ഉണ്ടാവും. ഇത് ഭയങ്കര ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കിയത് 2 പ്രാവശ്യം കൈപൊള്ളിയപ്പോഴാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തെ സിനിമകളിൽ നിന്ന് മാറിയൊരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതാണ് ഒപ്പം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലുള്ള സിനിമകൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം കാലാപാനി പോലുള്ള പീരിയഡ് ഫിലിംസ്, പൂച്ചക്കരി മുക്കുത്തി പോലുള്ള സ്ലാപ്സ്റ്റിക് സിനിമകൾ, ചിത്രം പോലുള്ള റൊമാൻറ്റിക് ഫിലിംസ്, അങ്ങനെ കിലുക്കം. അപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ വെള്ളാനകളുടെ നാട് പോലുള്ള സറ്റയർ ഫിലിംസ്, ആര്യൻ പോലുള്ള ആക്ഷൻ ഫിലിംസ്. അപ്പം ചെയ്യാത്തൊരു സെക്ഷൻ സിനിമ ഞാൻ നോക്കിയപ്പോൾ ഒരു ക്രൈം ത്രില്ലർ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഒരു സാധനം ട്രൈ. എനിക്കെപ്പോഴും ക്രൈം ത്രില്ലർ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു ആൾ വന്നിട്ട് ഒരു കഥാസാരം, ഇങ്ങനൊരു സംഭവം. അപ്പോൾ ലാൽ അത് കേട്ടിട്ട് എനിക്ക് തോന്നി, ഒന്ന് കേട്ട് നോക്കി ഇങ്ങനെ ഒരു കഥയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അയാൾ ഗോവിന്ദൻ വന്ന് ഒരു കഥയുടെ ഒരു ഐഡിയ പറഞ്ഞു. ആ ഐഡിയ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഒപ്പം. കൂടുതൽ ഒപ്പം എന്ന് പറയുന്നത് ഈ കഥയിൽ നിന്നും ഈ ഒരു ഡയലോഗിലെത്തി ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് സിനിമയാവാൻ എത്ര സമയം എടുത്തു പ്രിയഞ്ചേട്ടാ? എനിക്കൊരു 2-3 മാസം എടുത്തു അതിനെ ഒന്ന് ഇനി ഈ സിനിമ എടുക്കാം എന്ന് തോന്നുന്ന രൂപത്തിലാക്കി എടുക്കാൻ. സാധാരണ പലരും ചോദിക്കുന്ന പോലെ പണ്ട് കിലുക്കവും ചിത്രമൊക്കെ ഒരു തുണ്ട് പേപ്പർ അവിടെ സെറ്റിലിരുന്ന് എഴുതി ഉണ്ടാക്കിയ സിനിമകളാണ്. പക്ഷെ അന്ന് ആ തുണ്ടിൻ മലയാളികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അതുകൊണ്ടല്ല, മാത്രമല്ല അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സിനിമകളാണ്. പക്ഷേ സിനിമ എപ്പോഴും എൻ്റെ മനസ്സിലായിരുന്നു. ഇപ്പം എനിക്കതിനുള്ള ധൈര്യമില്ല. കാര്യം കാലം മാറുന്നതനുസരിച്ച് സിനിമ മാറും, ആസ്വാദന ശേഷി മാറും, ആസ്വാദന രീതി മാറുന്നില്ല. എന്താ മാറുന്നത് ചിലപ്പം ഞാൻ പറയാറുണ്ട്, ഈ മൊബൈലും ഇൻ്റർനെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഈ പല സിനിമകളും ഇപ്പം മഴ പെയ്യുന്ന മറ്റിലൊന്നും എടുക്കാൻ പറ്റില്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോൺ ചെയ്ത കാര്യം തീർന്നു. അപ്പോൾ കാലം, അതായത് സാമൂഹികമായിട്ട്, ഫൈനാൻഷ്യലായിട്ട്, എക്കണോമിക് സിറ്റുവേഷൻസ്, ആളുകളുടെ ജീവിതത്തിൻ്റെ പോപ്പുലേഷൻ കൂടുന്ന, ജീവിത രീതി മാറുന്നതനുസരിച്ച് ഒക്കെ സിനിമയ്ക്ക് മാറ്റം ഉണ്ടാവും. ഇത്തരം മാറ്റങ്ങൾ സിനിമയും 100%. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പം ആ ബാധിക്കുന്നത് കാര്യം ചിലപ്പം ലവ് ലെറ്റർ എഴുതുക എന്ന് പറയുക ലവ് സ്റ്റോറിയിൽ. ഇപ്പം ആരും ലവ് ലെറ്റർ എഴുതില്ല. ഒരു മെസ്സേജ് അയക്കും, സൗകര്യം വേണമെങ്കിൽ പോയി പണി നോക്കാൻ പറയും. അങ്ങനത്തെ പിള്ളേരെ എപ്പോഴേ പഴയ ഒരു ദേവദാസ് ഒന്നും ഇന്നത്തെ കാലത്തില്ല. അപ്പോൾ കാലം മാറില്ല. അതെ. സോ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ സിനിമയുടെ കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ സിനിമയെ ഒരുപാട് യങ് ആയിട്ടുള്ള ആൾക്കാരെ എൻ്റെ കൂടെ കൂട്ടി. കാര്യം വെച്ചാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ഞങ്ങളിങ്ങനെ ചിന്തിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലാവും. അപ്പം നമുക്ക് ഒരു കാലം കഴിഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങൾ വെച്ചെടുത്ത സിനിമകൾ മാറിയിട്ട് ഇനി മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് വേണം സിനിമ എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന രീതി, ഇതിലെല്ലാം മാറ്റമുണ്ട്. സോ ഒപ്പം അങ്ങനെ ഒരു പുതിയ അറ്റംപ്റ്റാണ്. എനിക്ക് മാനസികമായിട്ട് തോന്നുന്നു മലയാള സിനിമ കണ്ട ടെക്നിക്കലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമയായിരിക്കും ഒപ്പം. എനിക്ക് എൻ്റെ 10-35 വർഷത്തെ എക്സ്പീരിയൻസ് ഒപ്പം സിനിമ എടുക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ താളവട്ടത്തിൽ അതേ ഷോട്ട് അതേ മരത്തിൽ അതേ ലൊക്കേഷനിൽ വെച്ചെടുത്തിട്ടുണ്ട്. അത് അങ്ങനെയല്ല. അതെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ മോഹൻലാൽ പറഞ്ഞു, ഇവിടെ നമ്മൾ എടുത്ത ഒരു ഷോട്ട് നമ്മുടെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഷോട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, നമുക്കൊരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതേ മരത്തിൻ്റെ പിന്നിൽ ആ മരങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട്, കുറച്ച് പൊക്കം കൂടിയെന്നേ ഉള്ളൂ. അതേ സ്ഥലത്ത് തന്നെ അങ്ങനെ തന്നെ ആ പൊൻവീണയെ സോങ് എടുത്ത് അതേ ലൊക്കേഷനിൽ ഒരു ഷോട്ട് ചുമ്മാ ഒരു എന്താ പറയുക, നമ്മുടെ സ്വന്തമായ ഒരു
ഒരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷോട്ട് എടുത്തു. ലൊക്കേഷൻ എന്ന് പറയുന്നത് ഊട്ടി, ഊട്ടിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കൊച്ചി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വാഗമൺ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4-5 ലൊക്കേഷൻസ് ഉണ്ട്. ഡിസ്കഷനിലുള്ള ഒരു ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അങ്ങനെയല്ല, ഞാൻ എപ്പോഴും എൻ്റെ സിനിമ എൻ്റെ മനസ്സിലാണ്. ഇത് എഴുതാനുള്ളൊരു സമയത്തുള്ള പ്രശ്നമേ ഉള്ളൂ. കാര്യം ഒരു ത്രില്ലർ ഇതിനു മുമ്പ് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് അത് എത്രത്തോളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും. കാര്യം നമ്മുടെ ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ അല്ല നമ്മുടെ സിനിമ. നമ്മുടെ സിനിമയിൽ എന്ന് വെച്ചാൽ ഈ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ട് മാത്രമായിരിക്കും ആ സിനിമ. നമുക്ക് അതിനടുത്ത് കുറച്ച് തമാശ വേണം, കുടുംബ ബന്ധങ്ങൾ വേണം, സ്നേഹം വേണം, ഇങ്ങനെയൊക്കെയുള്ളൊരു നിർബന്ധം നമ്മുടെ സിനിമയ്ക്ക്. അത് ഇന്ത്യൻ സിനിമയ്ക്ക് അങ്ങനൊരു രീതിയുണ്ട്. ആ രീതിയിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കഥ പോകാനും പാടില്ല. അങ്ങനെയുള്ളൊരു രീതിയിൽ, അതായത് ത്രില്ലും എൻ്റർടൈൻമെൻറ്റും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. അത് എല്ലാ സമയത്തും എല്ലാ പടങ്ങളും ഞാൻ പടം സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഞാൻ വരികയും ഇപ്പം എനിക്ക് പിടികിട്ടി എങ്ങനെയാണ് തിരക്കഥ എഴുതേണ്ടത്, അടുത്ത പടത്തിൽ അത് കുഴപ്പമാവും. അപ്പം ഈ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നതാണ് ഒരു സിനിമയുടെ നെട്ടല്. അതിനാണ് സമയം എടുക്കുന്നത്. ബാക്കിയൊന്നിനും നമുക്ക് സിനിമ എടുക്കാൻ സമയം എടുക്കാറില്ല. ഓണം എന്ന് പറഞ്ഞാൽ പ്രിയഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ചൈൽഡ്ഹുഡ് ഓണം ഉണ്ടായിരിക്കും കുട്ടിക്കാലത്ത്, അത് കഴിഞ്ഞ് കോളേജ്, അത് കഴിഞ്ഞ് ലൊക്കേഷൻ ടു ലൊക്കേഷൻ. എങ്ങനെ ഓണത്തെ മെമ്മറൈസ് ചെയ്യുന്നു? ഓണത്തെ മെമ്മറൈസ് ചെയ്യുന്ന വെച്ചാൽ, എനിക്ക് ഓണം മെമ്മറൈസ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം വെച്ചാൽ, ഞാനൊരു ചെറിയ 2 ഗവൺമെൻറ് ജോലിക്കാരുടെ മകനായിട്ട് ജനിച്ച ഒരാളാണ്. ഗവൺമെൻറ് മകൻ, ജീവനക്കാരുടെ കോടീശ്വരനായ മകൻ. അത് ആ കോടീശ്വരനായോ ഇല്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊരു പായസം ഉണ്ടാക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഒരു സിനിമ കാണാനായിട്ട് അമ്മ 1 രൂപ തരുന്ന ദിവസം. ഇതാണ് എന്നെ സംബന്ധിച്ച് ഓണം. അത് ഭയങ്കര സെലിബ്രേഷനാണ്. കാര്യം വെച്ചാൽ സിനിമ കാണുക എന്നുള്ളതൊക്കെ ഒരു വലിയ അധിക ചിലവായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നത്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മയും പപ്പയൊക്കെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കഷ്ടപ്പാട് എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം ചിലപ്പോൾ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് കാശറിയാതെ 10-20 പൈസയൊക്കെ മോട്ടിച്ചൊക്കെയാണ് പലപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഓണത്തിന് മാത്രമാണ് ഒഫീഷ്യലി എനിക്ക് 1 രൂപ കിട്ടുന്ന ഒരു സിനിമയാണ്. അപ്പോഴെന്താ വെച്ചാൽ അന്ന് പോയിട്ട് കാണണം എന്ന് പറയുന്ന സിനിമ ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ. കാണണം എന്ന് ഉദ്ദേശിക്കുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടത്തില്ല. അടിയും തള്ളും ബഹളമൊക്കെ ആയിട്ട് കിട്ടത്തില്ല. പിന്നെ അവിടെ ആളധികം തള്ളില്ലാത്തൊരു സിനിമ പോയിരുന്ന് കാണും. അങ്ങനെ പറ്റുള്ളൂ. കാഴ്ചയിൽ വേറെ നമുക്ക് ബ്ലാക്ക് ടിക്കറ്റ് വാങ്ങിക്കാനൊന്നും പൈസ ഇല്ല കയ്യിൽ. അപ്പം ഓണം എന്ന് വെച്ചാൽ സിനിമയാണ്. പിന്നീട് എനിക്ക് അതിൻ്റെ സന്തോഷം തോന്നിയത് ആര്യൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായപ്പോൾ, ഓണത്തിന് റിലീസായി ഞാൻ പോയി നിൽക്കുമ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു. എന്നുവെച്ചാൽ ശക്തി തിയേറ്ററിൽ ആളുകൾ തള്ളുകയും അടിച്ചു. ഞാൻ വിചാരിച്ചില്ലേ, ഞാനതിൽ ഓരോ ആളുകളെ ഞാനായിട്ട് കണ്ടു. ഇതിൽ ഓരോ ആളുകളും ഞാനായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു കാലത്ത് ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്നും അവിടെ ഇങ്ങനെ ആളുകൾ തള്ളി സിനിമ കാണുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല അന്നത്തെ കാലം. എന്നു വെച്ചാൽ സിനിമയായിട്ട് ആസ്പിരൻ്റ് ആയിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ഇന്നൊരു കുറച്ച് സാധ്യത കൂടുതലുമാണ്. പക്ഷെ പ്രിയഞ്ചേട്ടൻ എത്രത്തോളം കഷ്ടപ്പെട്ടു ഒരു സിനിമ ആ ഒരു ഗ്രൂപ്പിലോട്ട് എത്താൻ വേണ്ടി? അല്ല, എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ പോലെ ഇപ്പം എല്ലാവരുടെ കയ്യിലും ഒരു ക്യാമറയുണ്ട്. അന്നത്തെ കാലത്ത് ഒരു ക്യാമറയുടെ പുറകിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് മദിരാശിയിലാണ് എല്ലാവരും സിനിമ. അവിടെ പോവുക, അവിടെ പോകാനായിട്ട് വീട്ടുകാർ സിനിമ എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അവിടെ പോയി എത്തിക്കഴിഞ്ഞാൽ പണം മുടക്കാൻ ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളൊരു കഥയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ മദ്രാസിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനും സുരേഷും ലാലൊക്കെ കഷ്ടപ്പെട്ട കാലം. അത് ഞാൻ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് മദ്രാസിൽ ജീവിച്ചിട്ടുണ്ട് സിനിമയിൽ കയറാൻ വേണ്ടി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് നന്നായിട്ട് അവസാനം മഞ്ഞപ്പത്തൊക്കെ പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇനി സിനിമ വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞ ശേഷം അവരൊക്കെ പേടിച്ചു പോയി. പിന്നെയും എന്തോ തലയിലെഴുത്തുകൊണ്ട് വീണ്ടും സിനിമയിലോട്ട് തന്നെ വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊക്കെ ഒരു ത്രില്ലുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പോലും, കാര്യം നമ്മളൊക്കെ ഫ്രസ്ട്രേഷൻ അടിച്ച് വീട്ടിൽ കിടന്നാലും എല്ലാവർക്കും ഇങ്ങനൊരു പിന്തിരിഞ്ഞൊരു കഥയുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അതെ, അത് ശരിയാണ്. അല്ല, നമ്മൾ ആ പ്രായത്തിൽ നമുക്കത് ഫൈറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇന്ന് നമുക്ക് അതുപോലുള്ളൊരു സിറ്റുവേഷൻ, അതിൻ്റെ പകുതിയുള്ളൊരു സിറ്റുവേഷൻ മുമ്പ് വന്നാൽ ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല, ആടിപ്പോവും. അത് ഞാൻ പിന്നെ എപ്പോഴും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ സിനിമ അച്ഛനും അമ്മയും മക്കളും
അപ്പൂപ്പനും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയായിരിക്കണം എന്ന് എനിക്ക് എല്ലാ കാലത്തും നിർബന്ധമുണ്ടായിരുന്നു. ഇന്നും എൻ്റെ സിനിമ അങ്ങനെയാണ്. ഞാൻ ആവശ്യമില്ലാതെ ഉള്ള സിനിമയിൽ കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ മാത്രമേ എടുക്കാവുള്ളൂ എന്ന് എനിക്ക് നല്ല തീർന്നു. മലയാളികൾ അത് പറയാറുണ്ട്. കാര്യം വളരെ ഹാപ്പി ആയിട്ടുള്ള ഫാമിലി, സംസാരിച്ചിരിക്കുന്ന കപ്പിളാണ്. ചിലപ്പോൾ മിണ്ടാത്ത ആൾക്കാർ, രണ്ട് ഫാമിലിയെ കൂടെ കമ്പയർ ചെയ്ത് നോക്കും, ഞങ്ങൾ പ്രിയദർശൻ സിനിമ പോലെയാണ്. പക്ഷെ അവരുടെ വീട്ടിൽ ആഘോഷവും ബഹളവും ഒക്കെയാണ്. ദേ ദംസെൽസ് റിലേറ്റ് വിത്ത് പ്രിയൻ. അതെ, എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. നമ്മൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെയും കൊണ്ട് പോയിരിക്കുന്ന സമയത്ത് ചിലതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ എംബാരസ്മെൻറ്റ്, നമ്മളൊരു സന്തോഷിക്കാനല്ലേ കുടുംബമായിട്ട് ഒരു തിയേറ്ററിൽ പോകണം. അപ്പോൾ അവരെ ഒരിക്കലും ആ സന്തോഷം തിരിച്ചു വീട്ടി വരുമ്പോഴും ഉണ്ടായിരിക്കണം. വേണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഈ കുട്ടിയെ കൊണ്ട് പോയെന്ന് തോന്നാൻ പാടില്ല. അതെനിക്ക് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഒപ്പവും U സർട്ടിഫിക്കറ്റാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ A സർട്ടിഫിക്കറ്റുള്ള ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും 90ഓളം സിനിമയായി. പക്ഷേ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെയും കൂടെ ഭാഗമാണത്, നമ്മുടെ സിനിമ എന്ന് പറയുന്നത്. അതിനോട് മാത്രം ന്യൂ ജനറേഷനോട് എനിക്ക് ചില എതിർപ്പുകളുണ്ട്, അങ്ങനെ സിനിമകൾ ചെയ്യുന്നതിനോട് മാത്രം. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതിലൊരു ചെറിയ, ഇപ്പം ഇവൻ ഇത് കേൾക്കുന്ന പ്രേക്ഷകന് പോലും തോന്നാം, ഇന്ന് ഒരു എയർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വി കാൻ കൺട്രോൾ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ടിപ്സിലാണ്. ഇന്ന് എന്ത് കുട്ടി വിചാരിച്ചാലും ഫിംഗർ ടിപ്സിലാണ്. പക്ഷേ അപ്പോൾ അത്തരം കുട്ടികൾ നമ്മളിത് ചെയ്യുമ്പം അവരുടെ ലെവലിലോട്ട് അങ്ങനെ ഒരു സംശയം എപ്പോഴെങ്കിലും തോന്നും? തീർച്ചയായിട്ടും തോന്നുന്നു. കാര്യം ഈ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, എത്ര മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു മലയാളിയുടെ മനസ്സിൽ ഇത്തിരി കൺസർവേറ്റീവ്, ഈ ജീൻസ് ഇട്ട മോഡേൺ ഗേൾസിനെ സപ്പോർട്ട് ചെയ്യെങ്കിലും അവരുടെ മനസ്സിലും തുളസിക്കതിര് വെച്ച പെൺകുട്ടിയുണ്ട്. അതുണ്ട്. നമ്മൾ തീർച്ചയായും ഇപ്പം ജീൻസ് ഇടുന്നു, മോഡേൺ ഡ്രസ്സ് ഇടുന്നു എന്ന് പറയുന്നതും തെറ്റില്ല. കാര്യം കാലത്തിനൊത്ത് അവരുടെ ഇടുന്ന വേഷങ്ങളും അവരത് സന്തോഷം, അതുകൊണ്ട് അവർ മോശക്കാരൊന്നും ആവില്ല. പക്ഷേ എങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ മലയാളി പെൺകുട്ടിയുണ്ട്. എൻ്റെ മോള് ജീൻസൊക്കെ ഇട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് അവളെ ഒരു സാരി ഉടുത്ത് കാണാനാണ് എൻ്റെ ആഗ്രഹം. സോ അതുപോലെയാണ് സിനിമ. അപ്പം എത്ര മോഡേൺ ആയിട്ടുള്ള സിനിമകൾ എടുത്താലും ആ സിനിമയ്ക്ക് ഒരു എന്താ പറയുക, നമ്മളെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാവണം. അത്തരം ഇന്ന് ടെക്നോളജിക്കലി വി ആർ ഫാർ അഹെഡ്, നമ്മൾ ഒത്തിരി മുകളിലാണ്. അപ്പം ഈ ടെക്നോളജിക്കലിയും ബാലൻസ് ചെയ്തു പോകുന്ന, ആൾക്കാരെ സാറ്റിസ്ഫൈയും ചെയ്യുന്ന കഥകൾ എത്രത്തോളം റിസ്ക് ആണത്? അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം നമ്മളൊരു കഥയാണ് ആദ്യം ഈ കഥയെ സിനിമയാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്ത് ടെക്നിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ കാര്യമൊന്നും നമ്മൾ കുറിച്ച് ആലോചിക്കണ്ട. ഈ കഥ നമ്മൾ തീരുമാനിച്ച കഥ, അതിപ്പം വളരെ മോഡേൺ ആയിട്ടുള്ള തിങ്കിങ് ആയാലും ശരി, വളരെ ഒരു വില്ലേജ് കഥയായാലും ശരി, അതൊരു സയൻസ് ഫിക്ഷൻ ആയാലും ശരി, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട. ആ കഥ എത്ര വൃത്തിയായിട്ട് നമുക്ക് പറയാം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ കഥ പറയാം. ബിക്കോസ് ടുഡേ ടെക്നോളജി ഈസ് എവറിത്തിങ്. നമ്മൾ ചിന്തിച്ചാൽ മതി, ഇങ്ങനൊരു സംഭവം വേണം, ഇന്നമാതിരി ഒരു ആൾ ഒരു കുഴലിനകത്തൂടെ വീണ് പുറത്ത് വരണം, നമുക്ക് ചിന്തിച്ചാൽ മതി. ഗ്രാഫിക്സ് ഉണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് ഉണ്ട്, ഇതെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യും. അന്നത്തെ കാലത്ത് അതല്ല, അന്ന് ലിമിറ്റേഷൻ ഉണ്ട്. ഇന്ന് ആ ലിമിറ്റേഷൻ ടെക്നോളജി ഇല്ലാതാക്കി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കഥ പറയാം. ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എക്കാലം കൂട്ടുകെട്ടുകൾ ഒരുപാട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പം IV ശശി, ദാമോദരൻ മാഷ് ഒക്കെ ആയാലും. പക്ഷെ അത് കഴിഞ്ഞ് എവർ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ. അത് ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു ട്രേഡ് സീക്രട്ട് എന്താണ് ബ്രിജ? ഇത് ട്രേഡ് സീക്രട്ട് ഒന്നുമല്ല, അതൊരു പരസ്പര വിശ്വാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ചിലപ്പം എൻ്റെ ഏറ്റവും ഇതുപോലെ ഉള്ളൊരു എന്നെ ഏറ്റവും സിനിമയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ നല്ല സിനിമകളിൽ പാട്ടായിട്ടുണ്ടായിരുന്ന ആളാണ് ശ്രീനിവാസൻ. ഞാൻ നമ്മളിപ്പോഴും നല്ല സൗഹൃദമാണ്. പക്ഷേ പഴയ പോലെ എന്തുകൊണ്ട് സിനിമ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തമ്മിൽ ചെയ്യാവുന്ന സിനിമകൾ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടുപേരും മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ മോഹൻലാലിന് പ്രായത്തിനും കാലം എന്നൊന്നുണ്ടല്ലോ. ഇപ്പോൾ പലരും ചോദിച്ചു, ഇന്ന് ഞാൻ ഫ്ലൈറ്റിൽ വരുമ്പോഴും ഒരാൾ ചോദിച്ചു, ഞങ്ങൾക്ക് എന്നാണ് ഇനി കിലുക്കം പോലൊരു പടം കാണാൻ പറ്റുക? നമ്മൾ ഇനി കിലുക്കം കാണാൻ, കിലുക്കം ഒന്നേ ഉള്ളൂ, ചിത്രം ഒന്നേ ഉള്ളൂ, തേന്മാവൻ കൊമ്പത്ത് ഒന്നേ ഉള്ളൂ, ഇനി അത് കാണാൻ പറ്റില്ല. ഇനി ആലോചിക്കേണ്ട അടുത്ത എന്ത് പടം എടുക്കുന്നു എന്ന് ചോദിക്കുക. അല്ലാതെ വീണ്ടും തേന്മാവൻ കൊമ്പത്ത് കാണാൻ പറ്റുമോ, ചിത്രം കാണാൻ പറ്റുമോ, ചന്ദ്രലേഖ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ ഒപ്പം കാണുക, കണ്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, ഒപ്പം പോലൊരു പടം എപ്പോഴാണ് ഇനി കാണാൻ പറ്റുക എന്ന് ചോദിക്കും. അതാണ് സിനിമ. ഞാൻ എപ്പോഴും പറയാണ്, ഒരു കാലത്തും ഇപ്പം 366 ദിവസം ഓടിയ റെക്കോർഡാണ് റെഗുലർ ഷോ. അതിന് മുകളിലൊരു റെക്കോർഡില്ല മലയാളത്തിൽ.
റെഗുലർ ഷോ, അത് ഓടിയ ചിത്രം പോലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ടെൻഷൻ, ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ ഓടും, ഇനിയിപ്പോൾ അതെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ സിനിമകൾ, പക്ഷെ നല്ല കാലം അതൊക്കെ അന്നായത്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ടൈമായിരുന്നെങ്കിൽ ഈ സിനിമകളെല്ലാം ഈ സോഷ്യൽ മീഡിയ നിരൂപകർ വന്ന് കൊന്ന. ഇപ്പം തന്നെ ഞാൻ ആദ്യമേ പറയാം, ഒപ്പം ഇറങ്ങുന്ന ദിവസം ഞാൻ ആദ്യമായിട്ട് മാനസികമായി പ്രിപ്പയർഡ് ആയിരിക്കുന്നതിന് കുറേ ആൾക്കാർ കുറ്റം എഴുതും. കുറ്റം എഴുതാൻ വേണ്ടി കുറേ പേരുണ്ട്. 5 മിനിറ്റ് കാണുമ്പോൾ തന്നെ സ്ക്രിബിൾ ചെയ്യുന്ന ആൾക്കാരോടുള്ള മെസ്സേജ് എന്താണ്? അതെ, അല്ല ഒന്നും പറയാനില്ല. കാര്യം വെച്ചാൽ അവർക്ക് കൂടുതലും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കുറേ ക്രിട്ടിക്സ് ഉണ്ട്. അവരെന്താ വെച്ചാൽ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്തായാലും ഹെൽത്തി ക്രിറ്റിസിസം, അതായത് ഏറ്റവും മോശപ്പെട്ട ഒരു സിനിമയെ പോലും നല്ല 2 കാര്യം കാണും. ആ നല്ല 2 കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം മോശമായ കാര്യം പറയാൻ. ഇതങ്ങനല്ല. ഇത് ഏറ്റവും നല്ലതായാലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുക. ആർക്കും എന്തും എഴുതാം. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഫേസ്ബുക്ക് ഇപ്പോൾ ഈ സിനിമയ്ക്കാണ് തുറന്നത്. കാര്യം ഭയങ്കര സങ്കടം തോന്നിയൊരു സംഭവമാണ്. അബ്ദുൽ കലാം, അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തെ പറ്റി കുറ്റങ്ങൾ എഴുതുന്ന കുറേ ആൾക്കാർ. ഇന്ത്യ കണ്ട ഏറ്റവും മഹാന്മാരായ ഒരു ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് വരെ ഒരു വിവരവും ഇല്ലാത്തവന്മാർ ഇല്ലാത്തവന്മാരെന്ന് ഉപയോഗിച്ച് ക്ഷമിക്കണം, അങ്ങനെ അതിൽ കൂടുതലാണ് പറയേണ്ടത്. പക്ഷേ അങ്ങനെ പറയേണ്ടി വരുന്നു ആൾക്കാർ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുകയാണ് കൂടുതലും. സോ അത് ഇന്നത്തെ സിനിമയെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ അയാൾ എന്ത് നല്ലത് ചെയ്താലും കൊള്ളൂല. അപ്പോൾ ഇതിനിടയിൽ മൗത്ത് പബ്ലിസിറ്റി പോലും വർക്ക്ഔട്ട് ആവുമോ? മൗത്ത് പബ്ലിസിറ്റി വർക്ക് ഇതൊന്നും പ്രശ്നമല്ല. ആക്ച്വലി ഉള്ള സംഭവം ഈ സോഷ്യൽ മീഡിയ ക്രിറ്റിസിസം ഒന്നും പ്രശ്നമല്ല. ആളുകൾ പോയി തിയേറ്ററിൽ കണ്ടിട്ട് വീട്ടിൽ വന്ന് അപ്പുറത്തെ വീട്ടിലുള്ളവരോട് ആ പടം കാണാൻ കൂട്ടുകാരോട് പറയും, ഒരു പ്രാവശ്യം കാണാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ ആ പടം സൂപ്പർ ഹിറ്റാണ്. മലയാളത്തിൽ നിന്നും ഒരുപാട് സിനിമകൾ ഹിന്ദിയിലോട്ട് റീമേക്ക് ചെയ്തു. ഹിന്ദി ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ബോളിവുഡ് പ്രേക്ഷകരുടെ ടേസ്റ്റേ വേറെയാണ്. നമ്മുടെ നിന്നും അവരുടെ ഒരു ഹങ്കാമ, അവരുടെ ദർ മച്ച് ഫാസ്റ്റർ, നമ്മളെക്കാളും അവർ കുറേ കൂടെ ഫാസ്റ്ററാണ്. ഒരു തോട്ട് പ്രോസസ്സ് അല്ല. അപ്പോൾ ഒക്കെ എങ്ങനെയാണ് ഇതിനെ ലോക്കലൈസ് ചെയ്തത് ഹിന്ദിയിലോട്ട്? അല്ല, ഞാൻ ആദ്യം 2-3 സിനിമകളിൽ എനിക്ക് മനസ്സിലായി നേരിട്ട് മലയാള സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. കഴിവ് അനിയത്തി പ്രാവുകളുള്ള സിനിമകൾ ഓടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ നേരെ മലയാളത്തിലുള്ളൊരു സിനിമ നമ്മൾ ഹിന്ദിയിലോട്ട് മാറ്റുമ്പോൾ വേറൊരു തിരക്കഥ അതിന് എഴുതേണ്ടതുണ്ട്. പാട്ടുകൾ എൻ്റർടൈൻമെൻറ്റ് കൂട്ടുക, അങ്ങനെയുള്ള കുറേ ചേഞ്ചുകൾ ആ സ്ക്രിപ്റ്റിൽ വരുത്തേണ്ടി വരും. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിലെ ആളുകൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. രാവിലെ പത്രം വായിക്കാത്ത ആരും ഇവിടെ ഇല്ല. അപ്പോൾ കുറേ കൂടെ ബോധവും വിവരമുള്ളവരാണ് ഇവിടെ. അതുകൊണ്ടാണ് ക്രിറ്റിസിസം കൂടുന്നതും എല്ലാം. അതേസമയം നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അവർ വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തിയേറ്ററിൽ വരുന്നവരാണ്. അവരോട് യാതൊരു വിധമായ ലോജിക്കും അവർക്ക് ആവശ്യമില്ല. അവരെ ബോറടിപ്പിക്കാതിരുത്താൻ ഉള്ള ഒരു രീതിയിൽ വേണം ഏത് സബ്ജക്റ്റും ട്രീറ്റ് ചെയ്യാൻ എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ ഏകദേശം 30 സിനിമയോളം കഴിഞ്ഞു ഹിന്ദിയിൽ. അപ്പോൾ അത് 30 സിനിമ പിടിച്ചു നിൽക്കാനുള്ള കാരണം ഇതാണ്. കാരണം ഞാൻ എല്ലാ സിനിമകളും മലയാളത്തിലായാലും തമിഴിലായാലും ഒരു പടം റീമേക്ക് ചെയ്യുമ്പോൾ അതിന് പുതിയൊരു തിരക്കഥ ഉണ്ടാകും. പുതിയൊരു തലം കണ്ടെത്തും. പുതിയൊരു തിരക്കഥ, പുതിയൊരു തലം കണ്ടെടുത്തേ പറ്റുള്ളൂ. ഇപ്പം നമുക്കൊരിക്കലും മോഹൻലാൽ ചെയ്തൊരു റോള് മോഹൻലാൽ ചെയ്ത പോലെ അക്ഷയ് കുമാറിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ അക്ഷയ് കുമാറിന് ചെയ്യാവുന്ന രീതിയിലേക്ക് ആ റോളിനെ മോൾഡ് ചെയ്യേണ്ടി വരും. അക്ഷയ് കുമാർ, നാനാ പടേക്കർ, ഇങ്ങനെ എത്രത്തെ ഹിന്ദിയിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് സിനിമ ചെയ്തു. അതുപോലെ തന്നെയാണ് മലയാളത്തിൽ. ബട്ട് എല്ലാവരും പറയാറുണ്ട്, ഈവൻ ബോളിവുഡിലെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ, മലയാളം ഈസ് ബ്ലെസ്ഡ് വിത്ത് റിച്ച് ടാലൻസ് എന്ന്. ബട്ട് പ്രിയൻ ചേട്ടൻ എങ്ങനെ കാണുന്നു തന്നെ? മലയാളത്തിൽ തന്നെയാണ് ഡെഫിനറ്റ്ലി ദ ഗ്രേറ്റസ്റ്റ്. അതായത് ഇപ്പം ഞാൻ ഹിന്ദി സിനിമ ചെയ്യാൻ പോയതും ഹിന്ദി സിനിമ ചെയ്യുന്നതും ഒക്കെ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ ഗ്ലാമറസ് വേൾഡിലോട്ടുള്ള ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ മലയാള സിനിമ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതൊരിക്കലും ഹിന്ദിയിൽ അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. അതിന് മെയിനായിട്ടുള്ള കാരണം മലയാള സിനിമയിലെ ആക്ടേഴ്സ് തന്നെയാണ്. നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് വെച്ച് ഒരു ചെറിയ രീതിയിൽ, അതായത് ഞാൻ ആകെ ഹിന്ദി സിനിമയിൽ എൻജോയ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് മാത്രമാണ്. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന അത്രയും വലുതായിട്ട് സിനിമ എടുക്കാം എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ ഉണ്ട്.
നമ്മളൊരു കൊച്ചു കേരളത്തിലെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ സിനിമയെക്കുറിച്ച്. എന്നാൽ അതിനുള്ളിൽ ഏറ്റവും നല്ല രീതിയിൽ എടുക്കാനുള്ള ശ്രമമാണ്. ഈ ചലഞ്ചാണ് നമ്മളെ നല്ലൊരു ടെക്നീഷ്യനാക്കി മാറ്റുന്നത്. എത്രത്തോളം പ്രൊഫഷണലിസം ഉണ്ട് ഈ ബോളിവുഡും മലയാളവും ആകുമ്പോൾ? പ്രൊഫഷണലിസം ഞാൻ പറയാം, അത് ടോട്ടലി ഞാൻ നോക്കിയിട്ട് ഞാനിപ്പോൾ തന്നെ തമിഴ് വർക്ക്, തെലുങ്ക്, ഹിന്ദി, മലയാളം എല്ലാ സിനിമകളും ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൊഫഷണലിസത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. എല്ലാവരും ഏകദേശം ഇപ്പോൾ അല്ല, എസ്പെഷ്യലി ന്യൂവർ ജനറേഷൻ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ തന്നെ ഈ ഒപ്പത്തിൽ വർക്ക് ചെയ്തു. ഇപ്പം ഷാജോൺ, ചെമ്പൻ വിനോദ്, അജു, അങ്ങനെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്, കണാരൻ, അങ്ങനെ കുറേ പുതിയ സിനിമയുടെ കുറേ നടന്മാരുമായിട്ട് ഞാൻ വർക്ക് ചെയ്തു. എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ജനറേഷനെക്കാട്ടിലും മോർ ഡിസിപ്ലിൻഡ് ആയി ഇപ്പോഴത്തെ ജനറേഷൻ. വളരെ കറക്റ്റ് സമയത്ത് വരികയും വളരെ ഡിസിപ്ലിൻ ആയിട്ട് തന്നെ, ഫുള്ളി ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ സിനിമയോടൊരു കമ്മിറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. പ്രൊഫഷണലിസം ഇപ്പം വലിയ പ്രശ്നമല്ല. കാര്യം എല്ലാവർക്കും അവരവരുടേതായ എക്സിസ്റ്റൻസ് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പ്രൊഫഷണലിസം ഇല്ലെങ്കിൽ ഇപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ ലോകം വളരെ ഫാസ്റ്റായിട്ടുള്ള കോമ്പറ്റേറ്റീവ് വേൾഡാണ്. അവിടെ പ്രൊഫഷണലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന ഈ സൂപ്പർ സ്റ്റാർസ് എത്രയോ വർഷം ഒരേ ലൈഫ് സ്പാനിൽ ഒരേ പേരോടെ ഒരേ സ്റ്റാർഡത്തോടെ വർക്ക് ചെയ്തു നിലനിന്നു. പക്ഷേ ഇനി മലയാളത്തിൽ അങ്ങനെ ഒരു ലൈഫ് സ്പാനുള്ള ആക്ടേഴ്സ് ഉണ്ടാവും? മലയാളത്തിൽ നിന്നല്ല, വേൾഡ് സിനിമയിലെ ആ ലൈഫ് സ്പാൻ ഇനി ഉണ്ടാകുന്നില്ല. അതായത് സിനിമ ഇപ്പം എല്ലാ കാലത്തും നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പ്രേം നസീറിനെ കാണാൻ പോകുന്നവരായിരുന്നു കൂടുതൽ സിനിമ കാണാൻ പോകുന്നതിനെക്കാട്ടിലും. അമിതാഭ് ബച്ചനെ കാണാൻ ഞാൻ പോയി തലയും കുത്തി വീണിട്ടുണ്ട്, ടിക്കറ്റ് ഇട്ടാതെ മുകളിൽ വലിഞ്ഞേറിയൊക്കെ. അപ്പം രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി ഇവരെ കാണാൻ പോകുന്ന ആയിരുന്നു. അവരുടെ സിനിമയല്ല കാണാൻ, അവരെ കാണാൻ പോകുന്നത്. ആ ഫാൻ ഫോളോയിങ് ഇനിയുള്ള കാലത്ത് ഉണ്ടാവാൻ കുറഞ്ഞു വരും. സിനിമയ്ക്കായിരിക്കും കൂടുതൽ. ഒരു സിനിമ കാണാൻ പോവുക എന്നുള്ളതായിരിക്കും ഇമ്പോർട്ടൻസ്. ഒരു നടനെ കാണാൻ പോവുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് കുറയും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ ഇമ്പോർട്ടൻസ് എങ്ങനെയായിരിക്കും സിനിമയെ ബാധിക്കുക? കാര്യം നമ്മൾ ഇതുവരെയുള്ള സിനിമകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ബാനേഴ്സ് ഫിലിമായിരുന്നു, അത് കഴിഞ്ഞ് സംവിധായകൻ്റെ ഒരു ക്രാഫ്റ്റാണ്, അത് കഴിഞ്ഞ് താരത്തിലോട്ട് വന്നു. അപ്പം ഇത്തരം നല്ല സിനിമകൾ എന്ന് പറഞ്ഞാൽ വീണ്ടും അതൊരു ഡയറക്ടോറിയൽ പിക്ചറിലോട്ട് പോവില്ലേ? തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിനായിരിക്കും ഇനിയുള്ള കാലത്ത് ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടുക. പക്ഷെ എന്തുപറ്റുന്ന വെച്ചാൽ പഴയ കാലത്തൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന ആളുടെ സിനിമ, ഇന്ന ഡയറക്ടറുടെ സിനിമ. ഇപ്പം ഡയറക്ടേഴ്സിൻ്റെ പേര് ആർക്കും അറിയില്ല, സിനിമയുടെ പേരേ അറിയാവുള്ളൂ. ഈ സിനിമ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിന് പോവാണ്. ഏറ്റവും കൂടുതൽ റിസ്ക് ആണ് ഒരേ കോമ്പിനേഷനിലുള്ളവരെ വെച്ച് കൂടുതൽ സിനിമകൾ ചെയ്യുക എന്ന്. കാര്യം ഇതിൽ നിന്നും വ്യത്യാസപ്പെട്ട് വേണം അടുത്തത്. ഇപ്പം ഏറ്റവും കൂടുതൽ കുതിരവട്ടം പപ്പുവിൻ്റെയൊക്കെ യൂട്ടിലൈസ് ചെയ്തതാണ് പ്രേംചേട്ടൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞത്. അതുപോലെ ഇന്നസെൻ്റ് ഏട്ടനായാലും മോഹൻലാൽ എല്ലാവരും ഒരേ സിനിമ, ക്യാമറാമാനായാലും. അപ്പം എത്രത്തോളം അത് അടുത്ത സിനിമയിൽ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് പറയുന്ന ഒരു റിസ്ക് ഉണ്ട്. ഇല്ല, അതിനകത്തൊരു സംഭവം വെച്ചാൽ ജഗതി ശ്രീകുമാർ ഫോർ എക്സാമ്പിൾ, ശങ്കരാടി സാർ, പപ്പുവേട്ടൻ, തിലകൻ സാർ, ഇവരെയൊക്കെ ഒരിക്കലും ആളുകൾക്ക് മടുത്തിട്ടില്ല. അതെ, ഒന്നാമത്തെ കാര്യം അവരുടെ ഒരു പ്രസൻസ്, അവരുടെ റോളുകളിൽ വേഴ്സറ്റൈലായിട്ട് ചെയ്യാനുള്ള കഴിവ്, ഓരോ സീനുകളും മനസ്സിലാക്കി അവരുടെ പെർഫോമൻസ് കൊണ്ട് പിടിച്ചിരുത്താനുള്ളൊരു കഴിവ്, ഇവരുടെ ഈ ഫ്ലെക്സിബിലിറ്റിയുള്ള ആക്ടേഴ്സില്ലേ, ഇവരെത്രയോ ജനറേഷൻ സർവൈവ് ചെയ്ത ആക്ടേഴ്സാണ് ഇവർ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒളശയൊക്കെ പെട്ടെന്ന്. അമ്പിളിച്ചേട്ടൻ പടത്തിലുണ്ടെന്ന ജഗതി ഉണ്ടല്ലോ, അതൊന്ന് കാണാം, എന്തായാലും കുറച്ചു നേരം ചിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചില മോശം സിനിമകൾക്ക് ഓടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതേസമയം ഞാൻ ഈ പുതിയ ജനറേഷനിലൊരു കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് നോക്കിയിട്ട് ഓരോരുത്തരും പൊങ്ങി വരികയും അതുപോലെ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. മനസ്സിലായി? അത് ഇവരൊക്കെ അങ്ങനെ. അതുകൊണ്ടാണ് അവരെല്ലാം എൻ്റെ സിനിമകൾക്ക് ഉണ്ടായിരുന്നത്. കഴിച്ചാൽ ഇപ്പം ഞാനിപ്പം പപ്പുവേട്ടനെ ഓർത്താൽ ഇപ്പം ടാസ്കി വിളിയട, അല്ലെങ്കിൽ താമരശ്ശേരി ചരം, ഇതൊക്കെ എല്ലാം എനിക്ക് പപ്പുവേട്ടൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ സംഭവങ്ങളാണ്. നമ്മൾ ജഗതിയെ മനസ്സിലെഴുതി കണ്ടുകൊണ്ട് എഴുതിയ സീനുകളുണ്ട്. അപ്പം
നമുക്ക് സിനിമ എഴുതാനിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇവർ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എഴുതാൻ. ഇപ്പോഴെന്താണ് പറ്റുന്നത് വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ ഒപ്പം എന്ന സിനിമയിൽ ഇപ്പോൾ പല ക്യാരക്ടേഴ്സിനെയും വിനോദിനാണ്, പക്ഷേ വിനോദമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് വിനോദം എന്നറിയില്ല. മറ്റത് ചെറു പുഞ്ചിരിയോട് എഴുതുമ്പോൾ തന്നെ ഇവരെങ്ങനെയായിരിക്കും അതിനെ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാം വീണ്ടും വീണ്ടും എൻ്റെ സിനിമകളിലുണ്ടായിരുന്നത്. ഇപ്പോഴുള്ള ആൾക്കാരും മിടുക്കന്മാരാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ രീതിയിൽ ഇവർ മലയാളികളുടെ മനസ്സിൽ കയറി ഉറപ്പിച്ച് കുത്തിയിരുന്ന ആൾക്കാരാണ് ഇവർ. അതുപോലുള്ള ആളുകൾ ഇനി ഉണ്ടാകാതിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒപ്പത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെന്നൈ, ഒപ്പത്തിൻ്റെ കംപ്ലീറ്റ് പോസ്റ്റ് പ്രൊഡക്ഷനും ചെന്നൈയിലായിരുന്നു. ഞാൻ വളരെ പോസിറ്റീവാണ്. ഒരു സിനിമ എത്ര ഉദാത്തമായ സിനിമയാണോ ഒപ്പം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. ഒരു ഓണത്തിന് കാണുന്ന ഒരു ഓണപ്പടം എന്ന് പറയില്ലേ, അത് ഒപ്പത്തിലുണ്ട്. അതും നല്ല കുടുംബസമേതം ധൈര്യമായിട്ട് പോയി കണ്ടിട്ട് വരാവുന്നൊരു സിനിമയാണ്. ആൻഡ് ടെക്നിക്കലി എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളിലെ ടെക്നിക്കലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമയാണ്. നമ്മൾ ആരോട് ചോദിച്ചാലും ഒരു റിട്രീവ് ചെയ്യുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ കോളേജ് പീരീഡ് ആയിരിക്കും. പ്രിയൻചേട്ടൻ്റെ ഒരു ലൈഫിൽ റിട്രീവ് ചെയ്യുന്നൊരു കാലം എന്ന് പറഞ്ഞാൽ ഏതാണ് പ്രിയൻചേട്ടൻ ചൂസ് ചെയ്യുക? എല്ലാ കാലത്തും എൻ്റെ എല്ലാ കാലവും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് കോളേജ് ലൈഫിൽ പ്രിയൻചേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനാണ്, കുറച്ച് ഡിസിപ്ലിൻഡ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ബസ് ഓടിച്ച് കോളേജിലോട്ട് കയറ്റിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേസൊക്കെ പിന്നെ പോയി. അതൊക്കെ അന്നത്തെ കോളേജിൽ നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഈ KS USFI പിള്ളേരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ ഞാൻ അവരിലൊക്കെ എന്നെ കാണാറുണ്ട്. ഇപ്പോൾ തല്ലാവും വഴക്കാവും ഇതൊക്കെ കോളേജ് സമയത്ത് ഒരു രക്തത്തിളപ്പിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരു അഡ്വഞ്ചറസ് മൈൻഡാണ് ആ പ്രായത്തിൽ. അത് ഡേഞ്ചറസ് ആവായിരുന്നു ആദ്യം. അതിലൊരു തമാശയ്ക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കടന്നു കഴിയുമ്പോൾ ചിലരുടെ ജീവിതത്തിനെ അത് ബാധിക്കും. സോ ഞാനും അത് തന്നെയാണ്, ബസ് ഓടിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ കയറ്റി. പക്ഷേ ദൈവാദിനം കൊണ്ട് പത്രത്തിൽ കണ്ട ഫോട്ടോയിൽ എൻ്റെ മുഖം കവറായിരുന്നു. അതുകൊണ്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു.